യോശുവയുടെ പുസ്തകം 14 അധ്യായത്തെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റെഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈബിൾ റെഫറൻസ് കൂടി നോക്കി വേണം പഠിക്കാനായിട്ട്. ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. കനാൻ ദേശം ഗോത്രങ്ങൾക്ക് അവകാശമായി വിഭാഗിച്ചു കൊടുത്തത് ആരെല്ലാമായിരുന്നു? പുരോഹിതനായ ഏലയാസരും നൂന്റെ മകനായ യോശുവയും ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരിൽ തലവന്മാരും. കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി ലഭിച്ച ദേശങ്ങൾ ഗോത്രങ്ങൾക്ക് ഭാഗിച്ചു കൊടുത്തത് എങ്ങനെ? യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ ചീട്ടിട്ട്. എത്ര ഗോത്രങ്ങൾക്കാണ് യോശുവ ദേശം വിഭാഗിച്ചു കൊടുത്തത്? 9 ഗോത്രങ്ങൾക്ക്. കനാൻ ദേശം ഗോത്രങ്ങൾക്ക് അവകാശമായി വിഭാഗിച്ചു കൊടുത്തത് എങ്ങനെയായിരുന്നു? 9 ഗോത്രങ്ങൾക്കും ചീട്ടിട്ട് വിഭാഗിച്ചു കൊടുത്തു. ആര് കൽപ്പിച്ചതുപോലെയാണ് കനാൻ ദേശം ഗോത്രങ്ങൾക്ക് അവകാശമായി കൊടുത്തത്? മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ. 2.5 ഗോത്രങ്ങൾക്ക് മോശ അവകാശം കൊടുത്തത് എവിടെയാണ്? യോർദാൻ അക്കരെ. യോർദാൻ അക്കരെ അവകാശം ലഭിച്ച ഗോത്രങ്ങൾ എത്ര? അവ ഏതെല്ലാം? 2.5 ഗോത്രങ്ങൾക്കാണ് അവകാശം ലഭിച്ചത്. അവ രൂബേൻ, ഗാദ്, മനശ്ശെയുടെ പാതിഗോത്രം. ആരുടെ മക്കളെയാണ് 2 ഗോത്രങ്ങളായിട്ട് പരിഗണിച്ചത്? ഗോത്രങ്ങൾ ഏതെല്ലാം? യോസഫിന്റെ മക്കളെയാണ് 2 ഗോത്രങ്ങളായിട്ട് പരിഗണിച്ചത്. ഗോത്രങ്ങൾ മനശ്ശെ, എഫ്രൈം. ദേശത്തിൽ ഓഹരി ഒന്നും ലഭിക്കാതിരുന്ന ലേവി ഗോത്രത്തിന് ലഭിച്ചത് എന്തല്ല? ലേവ്യർക്ക് പാർപ്പാൻ പട്ടണങ്ങളും അവരുടെ കന്നുകാലികൾക്കും മൃഗസമ്പത്തിനും വേണ്ടി പുൽപ്പുറങ്ങളുമാണ് ലഭിച്ചത്. കാലേബ് ആരുടെ മകനായിരുന്നു? കെനിസ്യനായ യഹൂന്നയുടെ മകൻ. ഗിൽഗാലിൽ വെച്ച് യോശുവയോട് തന്റെ അവകാശം ചോദിച്ച ഇസ്രയേലിയൻ ആരായിരുന്നു? കാലേബ്. കാലേബിന്റെ ഗോത്രം ഏതായിരുന്നു? യഹൂദ ഗോത്രം. കാലേബിന് ശേഷം വാഗ്ദാനം നൽകുമെന്ന് മോശ പറഞ്ഞത് എവിടെ വെച്ചായിരുന്നു? കാദേശ് ബർന്നയിൽ വെച്ച്. യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാദേശ് ബർന്നയിൽ വെച്ച് പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ. ആര് ആരോട് പറഞ്ഞു? കാലേബ് യോശുവയോട്. ദൈവപുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? മോശയെക്കുറിച്ച്. കാദേശ് ബർന്നയിൽ വെച്ച് ദൈവപുരുഷനായ മോശയോട് യഹോവ 2 പേരെ കുറിച്ച് പറഞ്ഞു എന്ന് കാലേബ് പറയുന്നവർ ആരെല്ലാം ആയിരുന്നു? യോശുവയും കാലേബും. യഹോവയുടെ ദാസനായ മോശ കാദേശ് ബർന്നയിൽ നിന്ന് ദേശത്തെ ഒറ്റുനോക്കുവാൻ കാലേബിനെ അയച്ചപ്പോൾ അവൻ എത്ര വയസ്സായിരുന്നു? 40 വയസ്സ്. മോശ എവിടെ നിന്നാണ് ദേശത്തെ ഒറ്റുനോക്കുവാൻ കാലേബിനെ അയച്ചത്? കാദേശ് ബർന്നയിൽ നിന്നും. കനാൻ ദേശം ഒറ്റുനോക്കുവാൻ മോശ അയച്ച മറ്റുള്ളവരുടെ പ്രതികരണം ജനത്തിന് എന്തു വരുത്തി എന്നായിരുന്നു യോശുവയോട് കാലേബ് പറഞ്ഞത്? ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി. യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നവൻ ആര്? കാലേബ്. നീ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽവച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും. ആര് ആരോട് പറഞ്ഞു? മോശ കാലേബിനോട്. കാലേബ് യോശുവയോട് അവകാശം ചോദിക്കുമ്പോൾ അവൻ എത്ര വയസ്സായിരുന്നു? 85 വയസ്സ്. ഞാൻ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു എന്ന് കാലേബ് സാക്ഷ്യം പറഞ്ഞത് ആരോടാണ്? യോശുവയോട്. കാലേബിന് മോശ നൽകിയിരുന്ന സത്യം എന്തായിരുന്നു? നീ കാൽവച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്നുള്ള സത്യം. നീ കാൽവച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കുമെന്ന് കാലേബിനോട് മോശ സത്യം ചെയ്തതിന്റെ കാരണം എന്തായിരുന്നു? ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട്. 85 വയസ്സുള്ള കാലേബ് തന്റെ ആരോഗ്യത്തെക്കുറിച്ച് വിവരിക്കുന്നത് എങ്ങനെയാണ്? മോശ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പട വെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും
എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ഹെബ്രോൻ മല അവകാശമായി ലഭിച്ചപ്പോൾ കാലേബിന് എത്ര വയസ്സായിരുന്നു? 85 വയസ്സ്. ഏത് ദേശമാണ് കാലേബ് അവകാശമായി ചോദിച്ചത്? ഹെബ്രോൻ മല. കാലേബിന് അവകാശമായി ലഭിക്കുമ്പോൾ ഹെബ്രോൻ മലയിൽ ആരാണ് പാർത്തിരുന്നത്? അനാക്യരാണ് പാർത്തിരുന്നത്. അനാക്യരെ എങ്ങനെ ഓടിച്ചു കളയുവാൻ തനിക്ക് കഴിയും എന്നാണ് യോശുവയോട് കാലേബ് പറയുന്നത്? യഹോവ അരുളി ചെയ്തതുപോലെ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ അനാക്യരെ ഓടിച്ചു കളയുവാൻ കഴിയുമെന്നാണ് യോശുവയോട് കാലേബ് പറയുന്നത്. യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. ആരോട് പറഞ്ഞു? കാലേബ് അനാക്യരെ കുറിച്ച് യോശുവയോട്. കാലേബിന് അവകാശമായി യോശുവ നൽകിയ സ്ഥലം ഏത്? ഹെബ്രോൻ മല. ഹെബ്രോന്റെ പഴയ പേര് എന്തായിരുന്നു? കിരിയത്ത് അർബ. കിരിയത്ത് അർബ ആരുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അനാക്യരിൽ വെച്ച് അതിമഹാൻ ആയിരുന്ന അർബായുടെ പേരിൽ. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള കമൻസ് അറിയിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു.